കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാൽ അവർ കൊതിയോടെ കഴിക്കുകയും ചെയ്യും, ഒട്ടും തന്നെ ബാക്കിയാക്കിയില്ല കേട്ടോ. അത്ര അടിപൊളി ഒരു ലഞ്ച് ബോക്സാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനുള്ള മസാല ഞാൻ രാത്രിക്ക് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. രാവിലെ എണീറ്റിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ രാത്രി ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് സെയിം മസാല വെച്ച് നമുക്ക് മുട്ട വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ബട്ടർ മസാല ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിനി ഇതിനെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഇതിനെ നമുക്ക് മിക്സിയിൽ ചേർത്തിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ഇത്രയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം രാവിലെ എണീറ്റിട്ട് ഞാനിവിടെ ചോറ് റെഡിയാക്കാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ വേവിച്ചിട്ടുള്ള സ്വീറ്റ് കോണും അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ഇത് മാത്രം മതി കുട്ടികൾക്ക് ഇഷ്ടമാവാനായിട്ട്. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് നേരം ഇതിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ആ ഒരു ക്യാപ്സിക്കം ഒന്ന് വെന്താൽ മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ തലേന്ന് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തലേന്ന് നമ്മൾ ബസ്മതി അരി വേവിച്ച് വെക്കുകയാണെങ്കിൽ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഒരു 2.5 തവി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അത്രയും നേരം കൊണ്ട് നമുക്ക് ചോറ് റെഡി ആവട്ടെ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ അതേ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ബാക്കി റെഡിയാക്കാം. നമ്മൾ ഓൾറെഡി രാത്രിക്ക് പനീർ ബട്ടർ മസാലക്കുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കാനായിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട്. നല്ല പോലെ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ പനീർ വേണ്ടത് അത്രയും പനീർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ക്യൂബായിട്ട് ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള പനീറാണിത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് ആവുന്നവരെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കറിയിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് പനീർ എടുത്ത് മാറ്റാം. നമ്മൾ ഓൾറെഡി തലേന്ന് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല നമ്മളിനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നാലേ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം അടച്ച് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയൊന്നുമല്ല, ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരമായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല തിക്കായിട്ടുള്ള പശുമ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഓൾമോസ്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. ക്രീം ചേർക്കുന്നതിന് പകരമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചേർത്താൽ മതി. കാരണം ക്രീം എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്കും ഇഷ്ടമാവും. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി. സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല കോമ്പിനേഷനുമാണ് ഈ റൈസും അതുപോലെ തന്നെ ബട്ടർ മസാലയും. എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുന്ന നല്ല കിഡിലെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്യും. താങ്ക്